ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേർഡ് ബൈ Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്നവരാണ് പ്രവാസി മലയാളികൾ. അതുപോലെ ശരിക്കും വളരെ തിരക്കുള്ള ഒരു ജോലി തന്നെയാണ് ലോജിസ്റ്റിക്, അല്ലേ? തീർച്ചയായും. അതുമാത്രവുമല്ല, അവരുടെ ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അവർ ദുബായിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ദുബായിൽ കണ്ടതും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു വ്യത്യാസം എന്ത് തോന്നുന്നുണ്ട്? ഇപ്പോൾ നമ്മളിവിടെ കാലുകുത്തുമ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ അവിടെ നിന്ന് നമുക്ക് വ്യത്യാസം തോന്നും. നമ്മുടെ നാട്ടിൽ കാല് വെച്ച് ആ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ഫീൽ ചെയ്യുന്ന ആ ഒരു എനർജി ഇൻ ടേംസ് ഓഫ് ബിസിനസ് ഓൾസോ ഇന്ത്യ ഈസ് എ എമേർജിങ് ബിസിനസ്. ഞങ്ങളുടെ ഷിപ്പിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സ് ഹാർട്ട് ബീറ്റ് ടു ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ചാലഞ്ചസ് ആർ ദേ, ബട്ട് ഇറ്റ്സ് എ ഡെഫിനറ്റ്ലി ഗ്രോയിങ് എമേർജിങ് മാർക്കറ്റ്. അതായത് പറയുന്നത് ഭാരതം ഇന്ന് ലോകത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ പുതിയ എയർപോർട്ട് വരികയാണ് ഇവിടെ. അത് താങ്കളുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണാം എയർപോർട്ട്, അല്ലേ? തൊട്ടടുത്താണ്. അങ്ങനെ ഒരു ഭാഗ്യം ഞാൻ കേട്ടിട്ടുണ്ട്. നവി മുംബൈ, നമ്മുടെ നവി മുംബൈ എയർപോർട്ട് നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ്. ഗോയിങ് ഫോർവേഡ് ഇത് നാളെ ചിലപ്പോൾ അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഓഫീസിൽ നിന്ന് കാണാൻ പറ്റും. അല്ല, അപ്പം കൂടുതൽ എനിക്കൊന്ന് ഇപ്പം എയർഷിപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ കുറേ മാറ്റങ്ങൾ, എക്സ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഈ നവി മുംബൈ എന്ന് പറയുന്ന ഈ ഇടത്തെക്കുറിച്ച് തന്നെ നമുക്ക് വേണേൽ പറയാം. ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു സീപോർട്ട്, എയർപോർട്ട് ഇതെല്ലാം കൂടെ അവർ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഗവൺമെൻറ് മുമ്പിൽ വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ഗോയിങ് ഫോർവേഡ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സീപോർട്ട് കിടക്കുന്നത് JNPT എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, നവശിവ JNPT എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എയർപോർട്ട് അന്തേരിയിലാണ്. സോ ഇതിനകത്ത് കുറേ ബിസിനസ് അങ്ങനെയുണ്ട്. ലൈക്ക് സംടൈംസ് ഷിപ്പിൽ വരും, എന്നിട്ട് അത് കാർഗോ എയറിൽ കയറിപ്പോവും. സംടൈംസ് എയറിൽ വരും, ആ കാർഗോ നമ്മൾ ഷിപ്പിലേക്ക് വിടാറുണ്ട്. നോക്കിയാൽ തന്നെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും. തീർച്ചയായിട്ടും അതാണല്ലോ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. പെരിഷബിൾ ഗുഡ്സ് എല്ലാം കൂടുതലും എയറിലായിരിക്കും പോവുക, അല്ലേ? പെരിഷബിൾ ഗുഡ്സ് എയർ ഷിപ്മെന്റ്സ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ റീഫേഴ്സ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇത് രണ്ടിലുമാണ് പോകാറുള്ളത്. അതെല്ലാം കൂടുതൽ ഇപ്പം എയറിലേക്ക് മാറാൻ ഒരു വഴിയുണ്ട്. അത് ഡിപ്പെൻസ് ഇപ്പോൺ വോളിയം. അത് എങ്ങനെയാണ് വോളിയം വരുന്നത് അതിൻ്റെ ബേസിലായിരിക്കും. ഇപ്പം ചെറിയ വോളിയംസ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് എയറിലായിരിക്കും പോവുക. പിന്നെ ബൾക്ക് മൂവ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റഡ് കൂടുതലായിട്ടുള്ള കാർഗോസ്, പെരിഷബിൾ ഐറ്റംസ് ആണെങ്കിൽ കൂടെ അതൊക്കെ ഷിപ്പിലായിരിക്കും പോവുക. ഇപ്പം ഞാൻ താങ്കൾ വിനീതിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് നമുക്കിപ്പം താങ്കൾ ദുബായിലാണ് വർഷങ്ങളായിട്ടല്ലേ? അപ്പം ദുബായിൽ നിന്നും ഏകദേശം ഇപ്പം ആൾക്കാർ ജോലി തേടി പണ്ട് ദുബായിക്ക് പോകുമായിരുന്നു. ഇപ്പം തിരിച്ചവരെല്ലാം ഇന്ത്യയിലേക്ക് വരുമെന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് അനുസരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കാം. ഫ്യൂച്ചർ അതാണ്. ഫ്യൂച്ചർ ഈസ് ഇന്ത്യ. ഫ്യൂച്ചർ ഈസ് ഇന്ത്യ ആണ്. യെസ്, ഓഫ് കോഴ്സ്. ശരി, അതായത് ഫ്യൂച്ചർ ഇന്ത്യയാണ്, അല്ലേ? അപ്പം നമുക്ക് ഇന്ത്യക്ക് വെളിയിലോട്ട് പോകുന്ന ഒരുപാട് പേര് കുറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്ന് ഹെഡ് ഹണ്ടേഴ്സ് ഉണ്ട് അവിടെ. അവർ അവിടെ നിന്നുള്ള നല്ല എന്താ പറയുക ജനറൽ മാനേജറിനെല്ലാം അവർ സെർച്ച് ചെയ്ത് ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇന്ത്യ ആയിരുന്നു വേൾഡിന് സപ്ലൈ ചെയ്തിരുന്നത് ഹ്യൂമൻ പവർ. ബട്ട് ഇപ്പോൾ അത് തിരിച്ചാണ് ഒരു ട്രെൻഡ് വരുന്നത്, വിച്ച് ഈസ് വെരി വെൽക്കമിങ് ആക്ച്വലി. ആൻഡ് ഉൾവേ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ 2018 നമ്മൾ ഏഗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷൈബു അന്ന് സജസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഓഫീസ് ബൈ ഡിഫോൾട്ട് ബെലാപ്പൂരായിരുന്നു. പക്ഷേ ഹി വാസ് ടെലിംഗ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ദാറ്റ് ഉൾവേ ഈസ് എ പ്ലേസ് ടു ഇൻവെസ്റ്റ്, ബിക്കോസ് ഇവിടെ ഫ്യൂച്ചർ എയർപോർട്ട് വരുന്നുണ്ടെന്ന്. അതിപ്പോൾ ഒരു ഫ്യൂ ഇയേഴ്സിൽ അതൊരു റിയാലിറ്റി ആയിരിക്കുകയാണ്. അതെ. അപ്പൊ പാൽഗർ അടുത്തൊരു സീപോർട്ട് വരുന്നുണ്ട്. നമ്മുടെ ഈ വിഴിഞ്ഞവും വന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് അല്ലെങ്കിൽ ഷിപ്മെന്റ് എവിടെ ആയിരിക്കും കൂടുതൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക? തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിലായിരിക്കും, വിഴിഞ്ഞമായിരിക്കും. ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് കുറേ പ്രത്യേകതകളുണ്ട്. വിഴിഞ്ഞം തന്നെ ഒരു നാച്ചുറൽ പോർട്ടാണ്. നമ്മൾ ഈ വെസൽ വരുമ്പോൾ വെസലിന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഡീപ്പ് ഓക്കെ. അവിടെ സാധാരണ പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 8 ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ 10 ഡ്രാഫ്റ്റ് 12 ഡ്രാഫ്റ്റ്. ഓക്കെ, വിഴിഞ്ഞം ബ്ലെസ്ഡ് വിത്ത് 16 or 18 ഡ്രാഫ്റ്റ് ആണ്, നാച്ചുറൽ ഡ്രാഫ്റ്റ്. അല്ല, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വർഷം ഇത് ഡിലേ? ഇതിനു മുമ്പ് നമുക്കറിയാവുന്ന ഒരു കേസായിരുന്നു. തീർച്ചയായിട്ടും അതിന് പല പല കാരണങ്ങളുണ്ടാവാം. നമുക്ക് തന്നെ അറിയാവുന്ന, നമ്മളെല്ലാവരും പല രീതിയിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല ഞാൻ അതിലേക്ക് കിടക്കല്ല. എന്നാലും അത് നേരത്തെ വരേണ്ട ഒരു സീപോർട്ട് ആയിരുന്നു ആക്ച്വലി, കുറഞ്ഞത് 20 വർഷം മുമ്പെങ്കിലും.
അത് സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ ഓരോ വർഷങ്ങളിലും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം തോന്നും നമുക്ക് ഈ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ നേരത്തെ നടക്കാൻ നമ്മുടെ കൺട്രിക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലെ, അങ്ങനെ തോന്നിയിട്ടില്ലേ ആ ഒരു എയർപോർട്ട് നേരത്തെ വരേണ്ടതായിരുന്നു എന്ന്? തീർച്ചയായും സീപോർട്ട് ഇന്ത്യയെ സംബന്ധിച്ച് സ്ട്രാറ്റജിക്കലായിട്ടുള്ള പോർട്ട് ഡെവലപ്മെൻറ്റ് ഡെഫിനറ്റ്ലി അത് സ്ട്രാറ്റജിക്കൽ പോർട്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ലോകത്ത് ഉറ്റുനോക്കുകയാണെങ്കിൽ ടോപ്പ് 3-4 കാരിയേഴ്സിന് കോസ്റ്റ് എഫക്റ്റീവ്ലി സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദുബായ് ആയിക്കോട്ടെ, ഇനിയും കൊളംബോ ആയിക്കോട്ടെ, അവിടത്തേക്കുള്ളതിൽ കൂടുതൽ ബിസിനസ് തീർച്ചയായും തിരുവനന്തപുരത്തിലേക്ക് എത്തില്ലേ? ട്രാൻസിറ്റ് ടൈം വന്നിട്ട് ഇപ്പം എല്ലാം ചൈനയാണല്ലോ വൺ ഓഫ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി. ഇപ്പം സൗത്ത് അമേരിക്ക, യൂറോപ്പ് ഒക്കെ പോകണമെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ അത് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ്. ബങ്കർ, ഫ്യൂവൽ എക്കണോമിക്കലായിട്ട് വരും. അവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ ബോക്സസ്, അവിടുന്ന് വേറെ കപ്പൽ മദർ വെസൽ അവർക്ക് പിക്ക്, അങ്ങനെ കുറേ എക്കണോമിക്കലി എല്ലാ ലൈൻസിനും അത് ബെനിഫിറ്റ് ആവും. എല്ലാത്തിൻ്റെ കാര്യം നമ്മൾ മുമ്പിലാണ്. 4 എയർപോർട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആഡംബര വസ്തുക്കൾ മേടിക്കുന്നത്, ഏറ്റവും കൂടുതൽ മൊബൈൽ മേടിക്കുന്നത്, അല്ലേ, ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യാതെ? ഇപ്പൊ നിങ്ങളെല്ലാം മലയാളികളാണ്, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പല ഭാഗങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ഒരു തോട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര അഗ്രസീവാണ്. ഇപ്പോൾ നിങ്ങൾ ലോകത്തിലെ പലയിടങ്ങളിലും പല ലൊക്കേഷനിലും എത്തിപ്പെടാത്ത സ്ഥലത്ത് വരെ മലയാളികൾ എത്തിപ്പെടും. ആസ് എ വെഞ്ചറായിട്ട് ബിസിനസ് പരമായിട്ടും അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, വെരി അഗ്രസീവ്. അങ്ങനെ ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു ആൾക്കാർ ഏതൊരു സിറ്റുവേഷനിലെയും അവർ അക്കോമഡേറ്റ് ആവും. ആ ഒരു അഡാപ്റ്റബിലിറ്റി കൂടുതലാണ്. പക്ഷെ ഇപ്പം നമുക്ക് ജോലിക്ക് ആൾക്കാരെ കിട്ടാറുണ്ടോ മലയാളികൾ? എനിക്കൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് ഇതിനകത്തൊരു പോയിന്റ് പറയാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ആക്ച്വലി ഇത് ഭയങ്കര ജോക്കായിട്ട് പലപ്പോഴും പറയാനുള്ള ഒരു പോയിന്റ്. ഓക്കെ. നമ്മൾ ചെറുപ്പം മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ അല്ലേ, ഇപ്പം JP ആണെങ്കിലും നിങ്ങൾ അതിലോട്ട് പോയിട്ടുണ്ടാവും, ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ട്. മേ ബി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നീ പഠിക്കണം, ജോലി മേടിക്കണം, അല്ലേ? നമ്മുടെ ഒരു അപ്പനും അമ്മയും, എനിക്കറിയില്ല ഞങ്ങളാരും ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ഒന്നുമല്ല. ഞങ്ങളും ഇതുപോലെ തന്നെ ജോലി മേടിക്കാൻ വേണ്ടി പഠിച്ച് ജോലിക്കാരായി ഇങ്ങനെയൊക്കെ ആയ ആൾക്കാർ ബിസിനസ്സിലേക്ക് വരാറില്ല എന്നാണോ? തീർച്ചയായിട്ടും. അതെനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഒരു ഫീഡിങ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഫാദേഴ്സും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ, അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, പഠിച്ചാൽ ജോലി കിട്ടും. അപ്പം എന്താണ് മലയാളിയുടെ കൺസെപ്റ്റ്? പഠിക്കുക, ജോലി മേടിക്കുക. അപ്പം ഇത്രയും മലയാളികളെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അത്രയില്ല. പക്ഷെ നോക്കി കഴിഞ്ഞാൽ 60-ാം വയസ്സിലാണ് നമ്മുടെ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ഹോട്ടൽ ബിസിനസ് ആരംഭിക്കുന്നത്. അതെ, അത് ഓരോരുത്തരുടെ പാഷനാണ്, ഓരോരുത്തർക്കും. ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്? അപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്, എൻ്റെ ഫാമിലിയിൽ ആരും ബിസിനസ്സില്ല, എല്ലാവരും ജോലിക്കാരാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ബിസിനസ്സിനോട് ഒരു കുറച്ചുകൂടി ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക, കുറേ യങ്സ്റ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. കാരണം എൻ്റർപ്രണേഴ്സ് ആവുക എന്ന് പറയുന്നത് അത് പണ്ട് കാലത്ത് എൻ്റർപ്രണേഴ്സ് ആവാൻ വളരെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഇറ്റ് വാസ് നോട്ട് എ ഓപ്പൺ ബുക്ക്. കാരണം വെച്ചാൽ എല്ലാ എൻ്റർപ്രണറും അത് ഒതുക്കി കൂടി അവരുടെ സേഫിൽ ഇട്ട് വെക്കാതെ പതിവ്. ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് എല്ലാം ഓപ്പണാണ്. ദർ ഇസ് നത്തിങ് ടു ഹൈഡ്. ഇഫ് യു ഗൂഗിൾ, നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷനും എങ്ങനെ കമ്പനി നടക്കാൻ, P&L എങ്ങനെ നടത്താൻ, എന്താ. അപ്പോൾ ഇത് ഞാൻ അഡോപ്റ്റ് ചെയ്തത് മേ ബി ഒരു 10 years മുന്നാണ് എൻ്റെ കാഴ്ചപ്പാട് തുടങ്ങിയത്. അന്ന് IT ഒന്നും വന്നില്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി, ഡെവലപ്പിംഗ് എൻ്റർപ്രണേഴ്സ്, എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കസ്റ്റമർ സർവീസ് ആയിട്ടുള്ളവരും എല്ലാവരും ഇപ്പോൾ വലിയ വലിയ കമ്പനിയുടെ ഓണേഴ്സാണ്. അതിൽ എനിക്ക് പ്രൗഡുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ടായിരുന്നു. നാട്ടിൽ നിന്നും 10-15 പേരെ ഇവിടെ കൊണ്ടുവരും, എന്നിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ട് പിന്നെ ലോകത്തിന്റെ പല ഫലങ്ങളും പറഞ്ഞു വിടും. തീർച്ചയായിട്ടും അത് തന്നെ. നമ്മൾ ഇന്ത്യയിൽ വെച്ച് അത് മലയാളിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും ഉണ്ട്. അങ്ങനെയാണ്. തീർച്ചയായിട്ടും. കാര്യമൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാം മലയാളിയാണ്, രക്തത്തിൽ മലയാളിയുണ്ട് അല്ലേ? ബേസിക്കലി തൃശ്ശൂർ ഒരു ബാക്ക് ഓഫീസ് തുടങ്ങാനുള്ള ഒരു മെയിൻ ഇന്റൻഷൻ തന്നെ തൃശ്ശൂരത്തെ ഫസ്റ്റ് ഷിപ്പിംഗ് കമ്പനി എന്ന് പറയാം, കമേഴ്ഷ്യലി. കാരണം നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അവിടെ തൃശ്ശൂർക്ക് ഷിപ്പിംഗ് പഠിക്കണമെങ്കിൽ ഒന്നുകിൽ. പക്ഷെ ഒരു തമാശ പറഞ്ഞാൽ വിഴിഞ്ഞം കണ്ടുകൊണ്ടാവാം ഇപ്പൊ ഷൈബുനെ പോലെ ഒരാളൊക്കെ കേരളത്തിൽ തുടങ്ങിയത്. വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് ഞങ്ങൾ തുടങ്ങിയാണ്. നമ്മളെല്ലാവർക്കും വലിയ സ്വപ്നങ്ങളാണ്.
Okay. കപ്പൽ മേടിക്കണം, വലിയ രീതിയിൽ ഇതൊക്കെ സ്വപ്നങ്ങൾക്ക്. ഒരു കപ്പൽ എന്തെങ്കിലും അടുത്ത് തന്നെ മേടിച്ചിട്ടുണ്ടല്ലോ? ഞങ്ങള് കപ്പൽ വാങ്ങിയിട്ടില്ല, പക്ഷേ ഉടനെ മേടിക്കും. ഇല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങള് ഒരു വലിയൊരു ഷിപ്പിംഗ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ദുബൈയിലും ഇന്ത്യയിലും ഞങ്ങൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട്. കാവ ഷിപ്പിംഗ് എന്നാണ് കമ്പനിയുടെ പേര്. ഹോങ്കോങ് ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ദുബൈയിലെ ബിസിനസ്സും മിഡിൽ ഈസ്റ്റ് ബിസിനസ്സും ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ബിസിനസ്സും ഇപ്പം ഞങ്ങളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ. ഞാൻ ഈ സമയത്ത് ഞാനൊരു സന്തോഷ വാർത്ത കൊണ്ട് പറയാം. അനദർ ഞങ്ങളുടെ ഒരു ബ്രാൻഡ് കമ്മിങ്. ഓക്കെ, ബ്രാൻഡിന്റെ പേര് വാനക്സ് എന്നാണ്. വാനക് ഷിപ്പിംഗ്. ആ പ്യുവർലി ഈ വെസൽസ് ഹാൻഡ്ലിങ്ങും പരിപാടികളുമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഇവിടെ പറയേണ്ടത്, കേരളത്തിൽ നിന്നും കുറഞ്ഞ ഒരു 15 പേരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ജോലി കൊടുത്ത് മലയാളികൾക്ക്, എന്നിട്ട് അവരെ പല ഭാഗത്തിലേക്ക് അവരുടെ കമ്പനിയിൽ തന്നെ അവർ അയക്കുന്നുണ്ട്. ഇതൊരു വലിയ കാര്യം. പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് എന്ത് സജഷൻസ് ആണ് താങ്കൾ കൊടുക്കാനുള്ളത്? ഇതായിട്ട് ബിസിനസ് ഡെഡിക്കേഷൻ ആണ് മെയിനായിട്ട്. ഇതിൽ ഫുൾ ടൈം ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ് ആവില്ല. അതിൽ ഫുൾ ടൈം 24 hours നമ്മൾ അതിനുമായിട്ട് പിന്നാലെ നടന്നാൽ തന്നെയാണ് ബിസിനസ് സക്സസ് ആവുള്ളൂ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഉദ്ഘാടനം റീസെൻ്റായിട്ട് നമ്മളൊരു കമ്പനി തുടങ്ങി. നമ്മുടെ ഓഫീസിൽ സ്റ്റാഫ് തന്നെ വേറൊരു കമ്പനി തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സുനിൽ അതിനെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ കമ്പനി ഓൾറെഡി സ്റ്റാർട്ടായി. അതൊരു നല്ല കാര്യമുള്ളൂ. അങ്ങനെ ഒരു എൻകറേജ്മെന്റ് കൊടുക്കാറുണ്ട്. ഞാൻ പൊതുവേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ടീമിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ ആ ഗുരുനാഥന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഒരു അക്സെപ്റ്റൻസ് ആണ്. നിങ്ങൾക്കൊരു കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റർ വിൽ ബി മീ. അങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അതൊരു ഒരു കോമ്പറ്റീഷൻ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും? അല്ല, ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് അത് രണ്ട് രീതിയിൽ കാണാം അതിന്. ഒന്ന് കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ലൂസ് വരാണ്ടിരിക്കാനും, രണ്ട് അവരുടെ ഒരു ഫ്രീഡം ഓഫ് വർക്കിംഗ്. അവർക്ക് ഹി നോസ് ഹൗ ഐ വർക്ക്സ് ആൻഡ് ഹി ക്യാൻ വർക്ക് ഇൻ ദാറ്റ് ഫ്രീഡം ഫോർ ദ മോർ ബെനിഫിറ്റ്സ് ഫോർ ഹിം. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു പുതിയ ജനറേഷനുകൾ തീർച്ചയായും ബിസിനസ്സിലേക്ക് വരണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. സോ നമ്മളും എപ്പോഴും യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും. അതായത് നമ്മളിപ്പം ഇന്ത്യയിൽ കൂടുതൽ ബിസിനസ് ചെയ്യണമെന്നോ ഇന്ത്യക്ക് വെളിയിൽ ചെയ്യണോ താങ്കളുടെ അഭിപ്രായം വെച്ചിട്ട് എവിടെയായിരിക്കും നമുക്ക് കൂടുതലായിട്ട്? എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിൽ ചെയ്യാം. ഇന്ത്യ UAE അങ്ങനെയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ചെയ്താൽ വേൾഡ് വൈഡ് ബിസിനസ് ആണല്ലോ. അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയാം. അത് ചില പ്രൊഡക്ട്സ് മേ ബി ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ് മേ ബി ദേ ക്യാൻ തിങ്ക് ഇന്ത്യയിൽ മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ദുബായിൽ മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. പക്ഷേ ഇത് ഷിപ്പിംഗ് ദർ ഈസ് നോ ബൗണ്ടറീസ്. ഇനി എല്ലാം ഒരു ഓൺലൈനിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം. അപ്പൊ നമുക്ക് ഈ ഓഫീസ് കാര്യങ്ങളെല്ലാം അത് മാറ്റി ഇതുപോലെ ഒരു ഓൺലൈനിലേക്ക് മാറുമെന്ന് തോന്നുന്നു. JP, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷിപ്പിംഗുകാർ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മൾ കോവിഡ് കാലഘട്ടം നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ പല പല ബിസിനസ്സുകളും പല രീതിയിലും പല പല കാരണങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകാൻ നിന്നൊരു സമയമാണ്. അന്ന് ലോജിസ്റ്റിക് ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ വൺ ഓഫ് ദ റീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്തതായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി ഇവിടെയുള്ള ഓഫീസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു എക്സ്പോർട്ടർ ആയാലും, ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, എക്സ്പോർട്ടർ ആയാലും ഇമ്പോർട്ടേഴ്സ് ആയാലും, അവരൊരു പഴയ ഒരു P3 അല്ലെങ്കിൽ ഒരു P4 സിസ്റ്റം കമ്പ്യൂട്ടർ അതിലിരിക്കുന്നു, അതിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തണം, എന്നാലേ നമ്മുടെ വർക്ക് നടക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ 2018 ഞങ്ങൾ ഇന്ത്യയിൽ ഈ കമ്പനി തുടങ്ങുമ്പോൾ ഞങ്ങൾ അന്ന് മുതലും ഫുള്ള് ലാപ്ടോപ്സാണ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് നിങ്ങളിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫോൺ, ഒരു സ്മാർട്ട് ഫോണും ലാപ്ടോപ്പ് കൊണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് എവിടെ വേണേലും ഇരുന്ന് ചെയ്യാം. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള ആ ഒരു ബിസിനസിന്റെ ആ ഒരു രീതിയും ഇന്ത്യയുമായിട്ട് വളരെ വ്യത്യാസമുണ്ടോ? താങ്കൾ എന്തെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള ഒരാളാണോ? നമ്മളുടെ മെയിനായിട്ട് സർവീസ് ഇൻഡസ്ട്രിയാണ് ഇവിടെ. അവിടുത്തെ മേ ബി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ജനങ്ങൾക്ക്, പക്ഷേ സർവീസിൽ യാതൊരു കോംപ്രമൈസ് നമുക്ക്. സർവീസ് മാത്രമല്ല, അവരുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, മേ ബി ദ കസ്റ്റമർ, അവിടെ ഒരു ഫോറിനേഴ്സ് ആണ്, യു മേ ബി ഡീലിംഗ് വിത്ത് യൂറോപ്യൻസ്, ചൈനീസ്. കൂടുതൽ പറയുകയാണെങ്കിൽ ഓരോ രാജ്യത്തിന്റെ കൾച്ചറിനനുസരിച്ച് ഞങ്ങളുടെ ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സിനാണ് അവരാണോ ഡീൽ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? അല്ല, വി വിൽ നോട്ട് ഗോ ഫോർ ഇന്ത്യ. വി വിൽ, നമ്മൾ കൂടുതലും പറയുന്നത് ഏഷ്യൻസ്, യൂറോപ്യൻസ്, ഏഷ്യ നോക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഡോമിനന്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഷിപ്പിംഗ് സർവീസസ്. നമ്മൾ കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആണ്. നമ്മളൊരു കാര്യങ്ങളിൽ മുന്നോട്ട്, ഈവൻ ടെക്നോളജി, ഷിപ്പിംഗിൽ ടെക്നോളജി ചൈനീസ് അല്ലെങ്കിൽ ഏഷ്യൻസ് അഡോപ്റ്റ് ചെയ്യുന്നത് മച്ച് ഫാസ്റ്റർ ദാൻ യൂറോപ്യൻസ് നോക്കുകയാണെങ്കിൽ.
ആ ഒരു റിയൽ വോള്യം ദ ക്വാണ്ടിറ്റി ഓർ ക്വാണ്ടം ഓഫ് വാട്ട് വി ജനറേറ്റ് അത് എക്സ്പോണൻഷ്യലായിട്ട് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഏഷ്യൻ ഇപ്പോൾ വെൻ യു കം ടു യൂറോപ്പ് ഒരു അമേരിക്ക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അപ്രോച്ച് ടു ഷിപ്പിംഗ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ US നടന്ന സംഭവം അവിടെ ട്രംപ് ഇതിൽ കൂട്ടിയതിന് ശേഷം അങ്ങോട്ടേക്കുള്ള ഷിപ്പിംഗ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നോട്ട് ഓൺലി ഫ്രം ഇന്ത്യ, എൻറ്റയർ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് എല്ലായിടത്തും. പക്ഷെ അവർക്ക് എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. അല്ല, ഇപ്പം അവർക്ക് എക്സ്പോർട്ട് കൂടി എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല. ഇതിപ്പം ഞാൻ പറയും, അതെ, അതൊരു സൈക്കിളാണ്. നാളെ പോയി അവിടെ എക്സ്പോർട്ട് സംഭവിക്കണമെന്നില്ല. അവിടുത്തെ ആൾക്കാർക്ക് അത് അഡാപ്റ്റ് ചെയ്യണം. അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല, അവിടെ ഡോമിനന്റ് ബൈ മൈഗ്രേഷൻ. അല്ല, ബൈ മിസ്റ്റേക്ക് അവർ റിജക്ട് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ആക്ച്വലി സം മെറ്റീരിയൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്തു, അവർക്ക് വേണ്ട. അത് പറ്റില്ല. ബിക്കോസ് നമ്മൾ US ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ACD, അഡ്വാൻസ് കാർഗോ ഡിക്ലറേഷൻ, അങ്ങനെയുള്ള പരിപാടികൾ അവരത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ കാർഗോ അവിടെ ഡിസ്ചാർജ് ആവൂ. അല്ലെങ്കിൽ തിരിച്ചവിടുന്ന് ആദ്യം ഒരു ഡീൽ കൺസിഡർ വെച്ചിട്ടാണല്ലോ ഇവിടുന്ന് കണ്ടന്റ് കേട്ടുവിടുന്നത്. അപ്പൊ അത് എന്തായാലും അവർക്കത് റിജക്ട്. എന്തെങ്കിലും ഞാൻ അദ്ദേഹം തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പൊ തൃശ്ശൂരിലേക്ക് താങ്കൾക്ക് അങ്ങോട്ടേക്ക് മെട്രോ വരാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ ഇപ്പൊ ബോംബെയും നമ്മുടെ തൃശ്ശൂരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് പറയൂ, എന്തൊക്കെ മാറ്റങ്ങളുണ്ടായിരുന്നു? ബോംബെ തൃശ്ശൂർ ചെറിയ ഗ്രാമം പോലെ ചെറിയൊരു സ്ഥലമല്ലേ, അതും ബോംബെയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ തൃശ്ശൂർ കുറേ ഇനിയും കൂടുതൽ വികസനങ്ങൾ വരണം, എസ്പെഷ്യലി റോഡാണ് മെയിൻ ആയിട്ടുള്ള. താങ്കൾ ഈ ലോകത്ത് മുഴുവൻ വലിയ ബിസിനസ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഏകോന്റെ വക ഇനി തൃശ്ശൂരിലേക്ക് ചോദിക്കാം. അങ്ങനെ തൃശ്ശൂരിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാക്ക് ഓഫീസ് തുടങ്ങി. ഇതിൽ കൂടുതൽ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും അല്ല, ഞങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ കൂടെ നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്കാണെങ്കിൽ അതിന്റെ ജോലി കിട്ടുന്നത്, അതിന്റെ ബെനിഫിറ്റ് അവർക്കും കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഉള്ളത്. പക്ഷെ അവിടെ കൂടുതലും ജോലി ചെയ്യാൻ വരുന്ന ബംഗാളികളാ. എന്താണ് ഏകോന്റെ അടുത്തൊരു കാൽവെപ്പ് എന്തായിരിക്കും? ഏഗോന്റെ ഗാലിയോണും വലിയേട്ടനും ചെറിയേട്ടനും നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ഈ ഫാമിലിയിൽ നിന്നും അടുത്ത കാൽവെപ്പ് എന്തായിരിക്കും? വലിയ ആംബിഷനാണ്. ഒന്ന് ഓൺ ഷിപ്പിംഗ് ലൈൻ വേണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് പേഴ്സണലി, ടു ഹാവ് എ വെസൽ. അതാണ് ഏതൊരു ഷിപ്പിംഗ് മേഖലയിലും ഒരു ഓണറിനെ സംബന്ധിച്ച് ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയം. അത് ഇപ്പം നമ്മളൊരു ഏജൻസി, എക്സ്ക്ലൂസീവ് ഏജൻസി ലെവലെത്തി അതിനെ എങ്ങനെ നടത്താമെന്നുള്ളൊരു പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും അതെങ്ങനെ നമുക്ക് ആ ബിസിനസ് മോഡൽ കൊണ്ടുപോകാൻ. ഈ ഷിപ്പിങ്ങിന് ഒരു കോഴ്സ് പഠിക്കണമെന്ന് തന്നെയാണോ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഈ ബിസിനസ്സിലേക്ക് എല്ലാവരും വരണം, നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. കോഴ്സ് ഒരുപാടുണ്ട്. ഇപ്പം കോഴ്സുകൾ അവൈലബിൾ ആണ്, ഒരുപാട് കോഴ്സുകൾ ഇന്ന് ഇപ്പം കേരളത്തിൽ തന്നെ ഒരുപാട്. അത് പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾ ജോലി. ഞങ്ങളുടെ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് വരാൻ പോകുന്നത്, ഞങ്ങൾ കേരളത്തിൽ ഏഗോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, ഷിപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങുന്നുണ്ട്. അത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിള്ളേരെ ഇതുപോലെ എടുത്തിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സായിട്ട് ചെയ്യിച്ചിട്ട് ഞങ്ങൾ അഷ്യൂർ ചെയ്യാൻ പോകുന്നത് 100% പ്ലേസ്മെന്റ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം അവർക്ക് പഠിക്കാൻ? 100% ഗ്രാജുവേഷൻ മിനിമം. ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴ്സ് എടുക്കാം. കോഴ്സ് എടുത്താൽ തീർച്ചയായും അവർക്ക് ജോലി ഇന്ത്യക്ക് വെളിയിൽ എവിടെ വേണമെങ്കിലും. തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ടാഗ് ലൈൻ തന്നെ ഇതായിരിക്കും, 100% പ്ലേസ്മെന്റ്. അങ്ങനെ കേരളം വളരുകയാണ് സഹ്യാദ്രികളും കടന്ന്. ഏഗോൺ ഷിപ്പിന്റെ ഈ സ്വപ്നം എന്നും സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും വലിയ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളിപ്പം കമ്പയർ ചെയ്യുന്നത് വെളിയിലുള്ളത് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസൊക്കെയാണ്. ഈ ഡെവലപ്പ് ആയിട്ടുള്ള കൺട്രികളുടെ പോപ്പുലേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ കറക്റ്റ്. ഓക്കെ, നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷൻ എന്താണെന്നറിയാം. ഓക്കെ, നമ്മുടെ കൺട്രിക്ക് ഓഫ് കോഴ്സ് ഇനിയിപ്പം നമ്മളിപ്പം പുതിയ നോക്കിക്കഴിഞ്ഞ് ഇന്ത്യയിൽ ഫാസ്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ റോഡുകൾ വന്നു. തീർച്ചയായും അല്ലേ, ഭയങ്കര രീതിയിലുള്ള നമ്മളാരും വിചാരിക്കാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് എന്നിട്ടും കൺജഷൻ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് നമ്മുടെ പോപ്പുലേഷൻ. ആൻഡ് മോർ ആൻഡ് അബോ നമ്മുടെ ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ, പണ്ട് നമ്മൾ ട്രെയിനിലും അല്ലെങ്കിൽ ടാക്സി എടുത്തോ ബസ്സിലോ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് സ്വന്തമായിട്ട് കാർ മേടിച്ച് ഡ്രൈവ് ചെയ്യുന്നേ. അപ്പം ഓട്ടോമാറ്റിക്കലി ആ കൺജഷൻ വരും, ട്രാഫിക് ഉണ്ടാവും. അത് ഇപ്പം നമ്മൾ ഇനി ഇപ്പം അത് ഡൽഹിയിൽ തന്നെ ഒരു സിംഗപ്പൂർ മോഡൽ അവർ ഇൻട്രോഡ്യൂസ് ചെയ്തു, അത് സക്സസ് ആയിട്ടില്ല. BRT ബസ് കോറിഡോർ അത് തുടങ്ങി, അത് ഭയങ്കര ഫ്ലോപ്പ് ആയി പോയി. ഞാൻ എന്താ സംഭവം കണ്ടത്, നോക്കണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ഡിസിപ്ലിൻ രാവിലെ തുടങ്ങുന്ന ദിനചര്യയിൽ നിന്നാണ് നമ്മുടെ രാജ്യം തന്നെ വളർന്നത്. പിന്നെ ഒരു ചോദ്യം, ഇപ്പൊ ദുബായിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യം നിയമത്തെ പേടിയാണ്. നിയമം പോലെ ഫൈൻ വന്ന ഫൈൻ അല്ലെങ്കിൽ ഇതാണ്ട് ലൈസൻസ് കട്ടാണ്. അപ്പൊ ആ ഭയം മനസ്സിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അത് കറക്റ്റാണ്. കാരണം ഞാനൊരു പോയിന്റ് പറയാം. അതായത് സാധാരണ എങ്ങനെ സംഭവിക്കാല്, ഈ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോകുന്നവരിക്കും,
അതേസമയം ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവര് ലാൻഡ് ആവുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിൽക്കും. ഇവരോട് എത്ര പറഞ്ഞാലും ഇരിക്കില്ല. അല്ല ജെ പി, അത് നമ്മൾ വെറുതെ മലയാളികളെ അല്ലെങ്കിൽ നമ്മള് വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അത് അമേരിക്കൻ ആയാലും ശരി, യൂറോപ്യൻ ആയാലും ശരി, ഏഷ്യൻ ആയാലും ശരി, എല്ലാവന്മാരും ഇത് തന്നെയാണ്. അവന്റെ സ്വന്തം നാട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ എണ്ണിക്കാനുള്ള. എന്നാലും ഡിസിപ്ലിൻ കുറച്ച് പ്രശ്നമുണ്ടെന്നാണ് അദ്ദേഹം. മലയാളികളും മാത്രമല്ല ഉദ്ദേശിച്ചത്, ഇന്ത്യൻസിന് എല്ലാവരും കൂടി പറ, അതായത് ഡിസിപ്ലിൻ എന്നല്ല, അത് പറഞ്ഞത് സാറ് പറഞ്ഞാണ് കറക്റ്റ്, അത് ഉള്ളിൽ നിന്നുണ്ടാവുന്ന കാര്യമാണ്. പിന്നെ നിയമം ഒന്നുകൂടി സ്ട്രോങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഡിസിപ്ലിൻ ആവും നമ്മൾ, എസ്പെഷ്യലി പുറത്ത്. വീട്ടിനുള്ളിൽ എന്തോ ആയിക്കോട്ടെ, പുറത്തുള്ള കാര്യം. വീട്ടിൽ അങ്ങനെയല്ലല്ലോ നമ്മള് അങ്ങനെ നമ്മള് എന്താണ്, കുടുംബം നന്നായാൽ നാട് നന്നാവും അല്ലേ? അത് നമ്മള് ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഡെലിവറി ചെയ്യുക. നാട് നന്നാൽ വീട് നന്നാവുന്നുള്ള കൺസെപ്റ്റിലായിരിക്കുന്നത്. അല്ല ഇപ്പൊ ഈ പുതിയ ജനറേഷൻ സംഭവിച്ചോളൂ, സോഷ്യൽ മീഡിയയും കുറെ ടെക്നോളജിയും AI-യും ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് AI വെച്ചെടുക്കാം, ഇതിനും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാം. അപ്പൊ കാഴ്ചപ്പാടുകൾ ഷെയർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല പണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മളിപ്പോ ദുബായിലൊക്കെ ചെല്ലുകയാണ്, തീർച്ചയായും ഒരു വേസ്റ്റ് കണ്ടാൽ ഇടാൻ ഒരു പേടിയാ അല്ലെ? നമ്മളൊരു ഡസ്റ്റ്ബിൻ തോടി, ഇവിടെ അങ്ങനെ ഇവിടെ റോഡിലൊക്കെ എടുത്തു. അല്ല, അത് മാറി, തീർച്ചയായിട്ടും മാറി. മാറ്റങ്ങൾ വരുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് മാറ്റങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്കറിയാം, ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം. ഓക്കെ, പണ്ട് നമ്മൾ ഇപ്പൊ ഇന്നേക്ക് ഒരു 7 years അല്ലെങ്കിൽ 8 years ബാക്ക് വി ക്യാൻ സേ ദാറ്റ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ, JP പറഞ്ഞ പോലെ, നമ്മളിപ്പം കാറിൽ ട്രാവൽ ചെയ്യുന്നു അല്ലേ, കുപ്പിയെടുത്ത് വെളിയിലോട്ടിടും, വെള്ളം കുടിച്ചു, കുപ്പി കളഞ്ഞു, ടിഷ്യൂ യൂസ് ചെയ്തു, വലിച്ചെറിഞ്ഞു. ഓക്കെ, ഇന്ന് ഇപ്പം നമ്മുടെ ഈ എന്താ പറയുന്ന സ്വച്ഛ ഭാരത്, നരേന്ദ്രമോദിജിയുടെ സ്വച്ഛ ഭാരത് തീർച്ചയായിട്ടും അതെ, അത് എക്സ്പെഷ്യലി ഉണ്ടല്ലോ, അതിപ്പോ ഈ സ്കൂളുകളിലും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ റീസെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫൈൻ അടിക്കില്ലല്ലോ അല്ലേ? അപ്പൊ റീസെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 4 years ബാക്ക്, ഓക്കെ, 4 years ബാക്ക് ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത്, ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ വണ്ടി ഓടിച്ചു വരുവാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ റോഡ് അറിയാമല്ലോ, അവിടെ ഇങ്ങനെ കിടക്കുവാണ് റോഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്നും കാണാൻ പോലും ഇല്ല, അങ്ങനെ റോഡ് കിടക്കുക. ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഇളയ മോൻ എന്നോട് പറഞ്ഞു, അപ്പാ വെളി കളയാൻ പാടില്ല. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കിറ്റ് കയ്യിൽ വെച്ചേക്കുക, ഇതിൻ്റെ അകത്ത് ഇട്ടണം. നിങ്ങൾ ഇത്രയധികം തിരക്ക് പിടിച്ച ആൾക്കാരാണ്, അപ്പൊ നിങ്ങൾക്ക് ഈ എന്താ പറയുക, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന സമയം ഉണ്ടെങ്കിലും ആരാണ് കലാകാരൻ, പാട്ട് പാടുന്ന ഒരാൾ? എല്ലാവരും കലാകാരന്മാരും. അല്ല, എന്നാലും ഒരു പാട്ട് അവിടെ കണ്ടിട്ട് എല്ലാം ഷൈബൂനിലോട്ടാണ്. അപ്പൊ ഒരു ഷൈബൂനാവും. എനിക്ക് തോന്നുന്നത് അതെ, ഇവര് മനഃപൂർവ്വം എനിക്ക് പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഇതൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ, ബാഡ്മിന്റൺ കളിക്കും, ക്രിക്കറ്റ് അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഡാൻസും പാട്ടും കുറച്ച് ടഫസ്റ്റ് ആണ്. അതുകൂടി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ആൾക്കാരെ കൊണ്ട് നടത്തല്, ഇങ്ങനത്തെ ഐ വാസ് നെവർ എക്സ്പെക്ടിങ് ഷൈബു ടു ബി സോ ഡൈനാമിക്. അതാണ് ഇപ്പോൾ ഷൈബു ഇന്നിവിടെ എത്തുന്നത്. ഒരു അവാർഡ് കിട്ടിയത് തുല്യമാണ്, ഒരു ഭരത് അവാർഡ് കിട്ടിയത്. തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, ബിക്കോസ് എനിക്ക് അടുത്ത ഡിവിഡന്റ് കൺഫേം ആയി. എന്റെ പാർട്ട്നേഴ്സ് 1% എനിക്ക് കൂടുതൽ മേടിച്ചു തന്നാൽ നമുക്ക് 0.5%. അപ്പൊ അത് വേണ്ടേ? തീർച്ചയായിട്ടും കച്ചവടമല്ലേ, എൻഡ് ഓഫ് ദ ഡേ കച്ചവടമല്ലേ. അപ്പൊ ഒരു ഗാനത്ത് കൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പൂവി സെൻപൂവി ഉൻ വാസൽ വരും, വാസൽ ഉൻ വാസൽ ഉൻ പൂങ്കാവനം, വായ് പേസിടും പുല്ലാങ്കുഴൽ, നീ താനൊരു പൂവിൻ മണൽ, പൂവി സെൻപൂവി. മനോഹരമായിട്ട് ആലോചിച്ചോട്ടെ അല്ലേ? മനോഹരയുടെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് 2 വരി പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചിരി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. Till then, take care and bye bye. फिर मिलेंगे हम. हेलो मुंबई, हेलो मुंबई, हेलो मुंबई, हेलो मुंबई, ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women.